അല്ല എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും, സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും, സൂപ്പറായിട്ട് പഠിച്ച് സെറ്റാക്കിയിട്ടൊക്കെ ആയിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. പക്ഷേ ചെറിയ 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 മിസ്റ്റേക്സ് നമ്മൾ നോക്കുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് കാരണം ചിലപ്പോൾ നമുക്ക് മാർക്സ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് അഡ്രസ്സ് ചെയ്ത് തരാം, നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് കൂടി അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ് അടിപൊളിയായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച മാർക്സിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചു എഴുതി എല്ലാം സെറ്റായി വരുമ്പോൾ പക്ഷേ നിങ്ങൾ ആൻസർ ഷീറ്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് അതിൽ മാർക്ക് ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. കുറേ പേര് മിസ്സിനോട് പറഞ്ഞിട്ടുണ്ട്, മിസ്സേ ഞാൻ നന്നായിട്ട് എഴുതിയതായിരുന്നു, നന്നായിട്ട് കിട്ടിയെന്നാണ് വിചാരിച്ചത്, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ സമയത്ത് ആൻസർ ഷീറ്റ് കിട്ടിയ സമയത്ത് എനിക്ക് അതിൽ എന്തില്ല, മാർക്സ് ഇല്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകൾ അതിൽ വരുത്തിയിട്ടുണ്ടായിരിക്കും. നമ്മൾ പഠിച്ചു എഴുതിയെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ആ മിസ്റ്റേക്സ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നാണ് മിസ്സ് പറഞ്ഞു തരാനായിട്ട് പോണേ. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഹാർഡ് വർക്കിനെക്കാട്ടും നിങ്ങൾ എപ്പോഴും സ്മാർട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലേ. നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യെസ് ഈ മിസ്റ്റേക്സ് എല്ലാം അവോയ്ഡ് ചെയ്ത് ഹയർ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ചിലപ്പോൾ നമ്മൾ നേരെ ഓർഡറിൽ അങ്ങനെ ഓരോന്നായിട്ട് എഴുതി പോകുന്നുണ്ടായിരിക്കും. ഓഫ് കോഴ്സ് അങ്ങനെ എഴുതാൻ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ പതുക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടതാണ്, അതിനധികം സമയമൊന്നും എടുക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ലാസ്റ്റ് സെക്ഷനിലേക്ക് പോകും തോറും, നിങ്ങൾ എക്സാമിൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് പോകും തോറും യെസ് 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് സമയം കിട്ടാണ്ട് വരും അല്ല. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് അത് നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെ സെക്ഷൻസ് ആയിട്ടാണ് അത് കാറ്റഗറൈസ് ചെയ്തിരിക്കണേ എന്നുള്ളതൊന്ന് മിസ് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ എപ്പോഴും നിങ്ങൾക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അതൊരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ 5 ക്വസ്റ്റ്യൻസിന് 1 മാർക്സ് വീതം നിങ്ങൾക്ക് 5 മാർക്സ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് സെക്ഷനിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ യെസ് ഇതേപോലെ തന്നെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മൊത്തം അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 10 മാർക്സ് കിട്ടും. ആൻഡ് നെക്സ്റ്റ് കംസ് എന്താണ്, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. 3 മാർക്സിന് 6 ക്വസ്റ്റ്യൻസ്, അപ്പോൾ 6 × 3 നിങ്ങൾക്ക് 18 മാർക്സ് കിട്ടും. ആൻഡ് നെക്സ്റ്റ് 4 മാർക്ക് ക്വസ്റ്റ്യൻസിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ, അതിൽ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരിക. 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 × 4 ദാറ്റ് ഈസ് 12 മാർക്സ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്സിന് 3 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അങ്ങനെ 3 × 5 15 മാർക്സ് ആണ് ലാസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പതുക്കെ എഴുതി പോകുന്ന സമയത്ത് ലാസ്റ്റ് ആ റഷിൽ നമുക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് ചെന്നിരിക്കുകയാണ്, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് എന്ന് വെച്ചിട്ട് കുറേ സമയം അതിന് വേസ്റ്റ് ചെയ്യാനല്ല മിസ് പറയണേ, കുറേ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് നീറ്റായിട്ട് വൃത്തിക്ക് അല്ലെങ്കിൽ എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഹയർ മാർക്സ് ആദ്യമേ നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ ടീച്ചേഴ്സിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവർക്ക് മാർക്ക് ഇടാനായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും അത് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം 15 മാർക്സ് നമ്മൾ ആദ്യമേ സെറ്റാക്കി വെച്ചു, അത്രയും വലിയൊരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലെ. എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു എന്നുള്ളൊരു റിലീഫ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് അഗെയിൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ 15 മാർക്സിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതാനായിട്ട് ശ്രമിക്കാം. അതായത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതി കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 മാർക്സ് ഓൾറെഡി നമ്മുടെ കയ്യിലെത്തി. അതേപോലെ നിങ്ങൾക്ക് അറിയാം ഓരോ ചാപ്റ്ററിലും അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിലെന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ഡെറിവേഷൻസ് വരും, അല്ലെങ്കിൽ ഏറ്റവും ഹയർ മാർക്സിന് ചോദിക്കുന്ന ഏതൊക്കെയാണ്, എസ്സേ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഐഡിയ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി പഠിച്ച് സെറ്റാക്കി ക്രിസ്റ്റൽ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് നേരെ പോയിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അത് ആദ്യം ആൻസർ ചെയ്ത് പോവാം. ഓക്കെ, വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ മാർക്സ് ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ പോവാം. അപ്പോൾ ആ ഒരു രീതിയിൽ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് വേറെ ഏത് ചാപ്റ്റേഴ്സ് വേറെ ഏത് സെക്ഷൻസ് ആണോ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് 4 മാർക്സ് അല്ലെങ്കിൽ 3 മാർക്സ് 2 മാർക്സ് അങ്ങനെ ചെയ്യാം. ആൻഡ് ലാസ്റ്റ് MCQ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ MCQ ലാസ്റ്റിലേക്ക് എത്തുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമുക്ക് ഭയങ്കര സമയമില്ലാണ്ടിരിക്കുന്ന സമയത്ത് വളരെ കുറച്ച് സമയം മതി MCQ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്.
അത് വളരെ കുറച്ച് സമയം മതി. അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിളായിട്ട് ആൻസർ ചെയ്ത് പോകാൻ പറ്റുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു റിലീഫ് ഉണ്ടായിരിക്കും, സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാർക്സ് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരും. റഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറന്നു പോകുമൊന്നുമില്ല. ഓക്കെ യെസ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് നേരെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും. അല്ല, നേരെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യുന്നു, ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. അത് വളരെ 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 വലിയൊരു മിസ്റ്റേക്കാണ്. അത് ഒരിക്കലും നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. അതായത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കണേക്കാട്ടും വളരെ സുഖമായിട്ട് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അല്ലേ, നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതൊന്നും വേണ്ട. അതായത് ഇക്വേഷൻസ് അറിഞ്ഞൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് മാർക്സ് കിട്ടും. അപ്പോൾ അതേപോലെ നമ്മളത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് അത്രയും മാർക്സ് പോവും, അത്രയും മാർക്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. ഓക്കെ, അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഓൾസോ നമുക്കറിയാം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നറിയോ? ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല, ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇത് എന്താ സംഭവം, ഇത് ഏതാ സംഭവം എന്ന് ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല. കുഴപ്പമില്ല, ഒരു 2-3 ടൈംസ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് ചിലപ്പോൾ അപ്പോഴും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഇത് ഏത് തിയറിനെ ബേസ് ചെയ്ത്, ഏത് ലോനെ ബേസ് ചെയ്തിട്ടാണ്, ഏത് ഫോമിലാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ആ ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, എന്നിട്ട് ആ ഫോമുല എഴുതി വെക്കുക, ആ ഇക്വേഷൻ എഴുതി വെക്കുക. ഇക്വേഷൻ എഴുതിയിട്ട് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള സംഗതി എന്താണോ അതിനനുസരിച്ചിട്ട് ആ ഇക്വേഷൻ ഒന്ന്, ചിലപ്പോൾ അതേ സെയിം ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അത് റീഅറേഞ്ച് ചെയ്ത് ഫോമുല സെറ്റാക്കി വെക്കുക. സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോമുല സ്റ്റെപ്പ് സെറ്റാക്കി വെക്കുക. ഓക്കെ, ഓൾസോ ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് അതിൻ്റെ യൂണിറ്റ് കൺവേർഷൻ കൂടെ അതിൻ്റെ ഒപ്പം ചെയ്തോളൂ കേട്ടോ. യൂണിറ്റ് കൺവേർഷൻ കൂടെ അതിൻ്റെ ഒപ്പം ചെയ്യുക. കാരണം എസ് ഐ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാൽക്കുലേഷൻസ് ഒക്കെ ഈസി ആവുന്നുണ്ടായിരിക്കുള്ളൂ. അതായത് പലതും പല യൂണിറ്റിലായിരിക്കും. അപ്പോൾ എല്ലാത്തിനെയും പ്രോപ്പറായിട്ടൊരു ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിറ്റ് കൺവേർഷൻ മറക്കാണ്ടിരിക്കുക, അതും നിർബന്ധമായിട്ടും ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഫോമുല എഴുതി വയ്ക്കുക. ഫോമുല എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം എന്നറിയോടാ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, യെസ്, നേരെ നിങ്ങളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, ദെൻ ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയെങ്കിൽ ഫോമുല എഴുതുക, പിന്നെ എന്ത് ചെയ്യുക, ഇക്വേഷൻസ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ എഴുതുക വിത്ത് യൂണിറ്റ്. അത്രേ വേണ്ടു. ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിൽ വലിയ സംഭവമൊന്നുമില്ല. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുന്നു, ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു, യെസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണോ ഇക്വേഷൻ ചൂസ് ചെയ്ത് എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, ഫൈനൽ ആൻസർ എഴുതുക വിത്ത് യൂണിറ്റ്, കഴിഞ്ഞു. ഓക്കെ, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, സൈൻ കൺവെൻഷൻ. അപ്പോൾ സൈൻ കൺവേർഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, യൂണിറ്റ് കൺവേർഷൻ നിങ്ങൾ ചെയ്തിട്ടില്ല, സൈൻ കൺവേർഷൻ അല്ല, യൂണിറ്റ് കൺവേർഷൻ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലടാ, യെസ്, ആൻസർ അവിടെ തെറ്റും. അവിടെ ബാക്കിയുള്ള ഇക്വേഷൻസ് കറക്റ്റ് ആണ്, ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി, ഫോമുല കറക്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളും എഴുതി, കാൽക്കുലേഷൻസ് കറക്റ്റ് ആണ്, യൂണിറ്റ് കറക്റ്റ്, എല്ലാം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ യൂണിറ്റ് കൺവേർഷൻ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, യൂണിറ്റ് പ്രോപ്പറായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, യെസ്, എസ് ഐ യൂണിറ്റിലേക്ക് മാറ്റിയിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തുണ്ടാവില്ല, മാർക്സിൽ അവിടെ തെറ്റും, ആൻസർ അവിടെ തെറ്റും. അപ്പോൾ അതെപ്പോഴും ശ്രമിക്കുക കേട്ടോ, അതെപ്പോഴും ഓർത്ത് വയ്ക്കുക, അത് തെറ്റിക്കാണ്ടിരിക്കുക. ഓക്കെ, ക്ലിയർ? യെസ്. ആൻഡ് നെക്സ്റ്റ് എൻ്റെ മക്കൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്, ഈസിയസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അത് പെട്ടെന്ന് ആൻസർ ചെയ്ത് പോവുക. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നെവർ മിസ് ദസ് ഫോമുല ഷീറ്റ്സ് എന്ത് ചെയ്യുക, മിസ് ചെയ്യാണ്ടിരിക്കുക. കാരണം നമുക്ക് ഇതേപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇക്വേഷൻസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ യൂണിറ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒക്കെ എന്ത് വേണം, ഫോമുലാസ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഫോമുല ഷീറ്റ് നിങ്ങൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഫോമുല ഷീറ്റ്സ് ഉണ്ടായിരിക്കും. ആ ഫോമുല ഷീറ്റ്സ് അല്ലെങ്കിൽ ഫോമുലാസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പോവുക, അത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. അതെപ്പോഴും എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് വായിച്ച് നോക്കി വെച്ചിട്ട് തന്നെ പോവുക കേട്ടോ. അത് മറക്കരുത്. ഓരോ ചാപ്റ്ററിലും അല്ലെങ്കിൽ ഓരോ ഇക്വേഷൻസും എന്തൊക്കെയാണ് ബേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഓൾസോ ഫോമുലാസ് പഠിക്കുന്ന സമയത്ത് ഓരോ ഇക്വേഷൻസിലും ഡിഫറെൻറ്റ് ടേംസ് ഉണ്ടായിരിക്കും. ആ ടേംസും കൂടെ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ചിലപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതൂ എന്ന് പറഞ്ഞിട്ടേ വരുള്ളൂ. ആ ഇക്വേഷൻ്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ടേംസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളും കൂടെ മെൻഷൻ ചെയ്തോളൂ. അപ്പം തന്നെ എന്താണ്, നിങ്ങളെ പറ്റിയുള്ള ഒരു ഇംപ്രഷൻ അവിടെ കിട്ടിക്കഴിഞ്ഞു. അറിയുമെങ്കിൽ മാത്രം എഴുതുക. ഓഫ്കോഴ്സ് ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്, നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയുമെങ്കിൽ മാത്രം, ടേംസ് ഏതൊക്കെയാണെന്നുള്ളത് അറിയുമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അതും കൂടെ മെൻഷൻ ചെയ്യുക.
ഓക്കെ, ചിലപ്പോൾ നമ്മൾ മിക്ക ക്വസ്റ്റനിലും ചോദിക്കും ഇക്വേഷൻ ഏതാണ്, അതിൻ്റെ ടേംസ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, ഇക്വേഷൻ നേരെ എഴുതിയിട്ട് അങ്ങോട്ട് പോകും, ടേംസ് മെൻഷൻ ചെയ്യാനൊക്കെ മറക്കും. ഓക്കെ, അപ്പോൾ ചില സമയത്ത് ടേംസ് ചോദിക്കില്ല, നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ടേംസും കൂടെ അപ്പം മെൻഷൻ ചെയ്ത് പോവുക. ഓരോ ടേംസും എന്തിനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു ഇക്വേഷനിൽ മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് പഠിച്ചു പോവുക, ഇക്വേഷൻസ് പഠിക്കുന്ന സമയത്ത് അതും കൂടെ അപ്പം ഓർത്ത് വയ്ക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ വരുത്തുന്ന ഒരു കാര്യമാണ് ഡെറിവേഷൻസ് അല്ലേ. ഡെറിവേഷൻസ് ചെയ്യുന്ന സമയത്ത് ഡെറിവേഷനൊക്കെ പക്ക സെറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്തുണ്ടാവില്ല, യെസ്, അവിടെ ഫിഗർ മിക്ക ഡെറിവേഷൻസ് ആണെങ്കിലും ഫിഗറിനെ വളരെ ഡിപ്പെൻഡ് ചെയ്യുന്ന സംഗതിയാണ്. ഫിഗറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടായിരിക്കാം, മിക്ക ഡെറിവേഷൻസും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യില്ല, ഫിഗർ വരയ്ക്കില്ല, ഡെറിവേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫിഗർ ഉള്ള ഡെറിവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഫിഗർ ഒരിക്കലും മിസ് ചെയ്യാണ്ടിരിക്കുക. യെസ്, ഫിഗർ ഒപ്പം പഠിച്ച് പോവുക കേട്ടോ. ഫിഗർ പഠിക്കാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, ആ ഒരു പെട്ടെന്നുള്ള തിരക്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാമെന്നും ഒരിക്കലും വിചാരിക്കരുത്. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗർ വരച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഫിഗർ ഇല്ലെങ്കിൽ ചിലപ്പോൾ മാർക്ക് അവിടെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് നിങ്ങൾ പഠിച്ച പോലെ നിങ്ങളുടെ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ കുഞ്ഞു എന്നാൽ നിങ്ങൾ പെട്ടെന്ന് അശ്രദ്ധമായിട്ട് പോകുന്ന ചില മിസ്റ്റേക്കുകളാണ്, ബട്ട് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെപ്പോഴും എന്ത് ചെയ്യുക, മനസ്സിൽ വയ്ക്കുക, എന്നിട്ട് അടിപൊളിയായിട്ട് മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സാം അടിപൊളിയായിട്ട് എഴുതുക. യെസ്, നിങ്ങളെയും കൊണ്ടേ പറ്റുള്ളൂ, നിങ്ങൾക്ക് തന്നെ പറ്റുള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മനസ്സിൽ വിചാരിക്കുക. യെസ്, യു ക്യാൻ ഡു ഇറ്റ് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അടിപൊളിയായിട്ട് പോയിട്ട് എക്സാം എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു.